ക്രിപ്റ്റോ പവറിലേക്ക് സ്വാഗതം. അങ്ങനെ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് നാളായി. വീഡിയോ ചെയ്യാത്തതിൻ്റെ പ്രത്യേകിച്ചുള്ള കാരണമെന്ന് വെച്ചാൽ മാർക്കറ്റിൽ പ്രത്യേകിച്ച് ഒരു മൂവ്മെൻ്റ് ഇല്ല. നിങ്ങൾക്കറിയാം, ബിറ്റ് കോയിൻ ആണെങ്കിൽ ബിറ്റ് കോയിൻ ഹാൽവിങ്ങിന് വരുന്നതിന് മുമ്പ് അത്യാവശ്യമൊക്കെ നല്ല രീതിയിൽ ഓൾട്ട ഹൈയും കാര്യങ്ങളൊക്കെ അടിച്ചതിന് ശേഷം പിന്നെ ഹാൽവിങ്ങിന് മുമ്പ് തന്നെ ഡംപ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഒരു മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ചത്ത മാർക്കറ്റ് എന്ന് പറയാം. ആൾട്ടോയിനെ സംബന്ധിച്ചൊരു റിപ്പെന്ന് പറയാം. റിപ്പായി എല്ലാ ആൾട്ടോയിനും ചത്ത പോലായി. എന്നുവെച്ചാൽ നല്ല രീതിയിൽ മൂവ്മെൻ്റ് ആയത് 50-60% ബിറ്റ് കോയിൻ വലിയ രീതിയിലൊന്നും ഡമ്പൊന്നും ആയിട്ടില്ല. ബിറ്റ് കോയിൻ ഇത്രയൊക്കെ ഡമ്പായുള്ളത്. അതിന് മുമ്പ് തന്നെ ആൾട്ടോയിൻ 50-60% ഡമ്പായി. ബിറ്റ് കോയിൻ ഒന്ന് ചെറിയ താഴോട്ട് വന്നു. അല്ല ബിറ്റ് കോയിൻ ഒന്ന് 40K അങ്ങനെയൊന്നും എത്തിയിട്ടില്ല. അല്ലെ 50K ഒന്നും എത്തിയിട്ടില്ല. ആ ഒരു ബിറ്റ് കോയിൻ ഒന്ന് ചെറുതായിട്ടൊന്ന് താന്നാൽ മതി. ഒരു $500 ഒരു പതുക്കെ ഒരു ഡമ്പ് അല്ലെ അങ്ങനെ തന്നെ നിന്നാൽ തന്നെ ആൾട്ടോയിനൊക്കെ നല്ല രീതിയിൽ തന്നെ ഡമ്പാവും. ആൾട്ടോയിനൊക്കെ ചിലവരൊക്കെ വിശ്വസിച്ച് ചിലപ്പം ഇൻവെസ്റ്റ് ചെയ്തവരാണ് ഒരു ബിറ്റ് കോയിൻ ഹാൽവിങ്ങിന് മുമ്പ്. അപ്പോൾ ആൾട്ടോയിനൊക്കെ അത്യാവശ്യം ഒരു ഹൈ പോയി. വലിയൊരു മൂവ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. എന്നാലും ഇപ്പം ആർബിട്രോ ആയാലും ARB ആയാലും $1 കൂടുതലൊക്കെ 1.10 നിന്നെ. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇനി ഇത് മൂവ്മെൻ്റ് ആവും, ഇനിയും താഴെ പോകത്തില്ലെന്ന്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പ്രൈസ് എങ്ങാണ്ട് 80 സെൻറ്റോ 85 സെൻറ്റോ എങ്ങാണ്ടേ ഉള്ളൂ. അത് പല പ്രൊജക്റ്റുകളെ മാറ്റിക്കുക. അങ്ങനെയുള്ള പല പ്രൊജക്റ്റുകളും എതേറിയത്തിൻ്റെ ലെയറായിട്ടുള്ള പ്രൊജക്റ്റുകളെല്ലാം എതേറിയം തന്നെ ഒരു 4000 എത്രയോ ഡോളർ പോയില്ലായിരുന്നു. അതിനുശേഷം പിന്നെ എതേറിയത്തിനും വലിയ മൂവ്മെൻ്റ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ ഈ ഒരു സംഭവം ETF കാര്യങ്ങൾ എതേറിയത്തിൻ്റെയൊക്കെ ഇപ്പോൾ ഉടൻ വരും. പക്ഷേ അതിൻ്റെ ഹൈപ്പിലൊരു പമ്പുണ്ടായിട്ട് അവിടെയും വലിയ വെയിലുകൾ വീണ്ടും കളിക്കും. മാർക്കറ്റ് എന്താണ് ഇപ്പം നിങ്ങൾ BTC നോക്കുകയാണെങ്കിൽ BTC വലിയ രീതിയിൽ ഡംപ് ഉണ്ടായെന്ന് വെച്ചാൽ വലിയ രീതിയിൽ ഡംപ് ഉണ്ടായിട്ടില്ല. പക്ഷേ ആൾട്ടോയിനെ സംബന്ധിച്ച് ആൾട്ടോയിനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആൾട്ടോയിന് നിങ്ങളിപ്പം എക്സാമ്പിളായിട്ട് ഒരു മാറ്റിക്ക് 1.10 സെൻറ്റിന് ഒരു ബിറ്റ് കോയിൻ ഹാൽവിങ്ങിന് മുമ്പ് ഒരു 1.10 അങ്ങനെയൊക്കെ നിന്നല്ലേ $1. ആ ഒരു ഏരിയ നിങ്ങൾ ബൈ ചെയ്ത് സ്പോട്ടിൽ ബൈ ചെയ്തെന്ന് വെച്ചോ. അത് പിന്നെ അത് 50-60% ഡമ്പായി. ഏകദേശം ഒരു 50 സെൻറ്റ് വരെ വന്നു. ഇപ്പോൾ ഒരു 56-57 സെൻറ്റിലാണ് ആ ഒരു മാറ്റിക്ക് നിൽക്കുന്നത്. നിങ്ങൾ സ്പോട്ടിൽ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോസിൽ തന്നെയാണ്. അപ്പോൾ ഏറ്റവും വലിയ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയ സമയം എന്ന് വെച്ചാൽ നല്ല രീതി ഇപ്പം ഡിപ്പിലാണ്. ഇപ്പം നിങ്ങൾക്ക് ആൾട്ടോയിനൊക്കെ വേണമെങ്കിൽ സ്പോട്ടിലൊക്കെ ബൈ ചെയ്യാം. പിന്നെ ഒരുപാട് ടെലിഗ്രാം ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇപ്പം ടെലിഗ്രാം ബോട്ടിൽ കളിച്ച് ഇപ്പം അമസ്റ്റർ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. ഇപ്പം നോട്ട് കോയിൻ വന്ന് അമസ്റ്റർ വന്ന് അതുകൊണ്ട് എസ് കോയിനോ അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ അതിൽ വലിയൊരു എമൗണ്ട് ഏൺ ചെയ്യാമെന്ന് പറഞ്ഞൊന്നും നിങ്ങളതിൽ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യരുത്. ടൈം വെറുതെ അവിടെ സ്പെൻഡ് ചെയ്യരുത്. നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്കിത് മാത്രമല്ല, നമ്മൾ അതിലൊക്കെ ഫോക്കസ് ചെയ്യുക. അല്ലാതെ ആ ഒരു ഗെയിം അത് കളിച്ചിട്ട് നമുക്ക് ചിലപ്പം അവസാനം നമ്മുടെ ആ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്കൊന്നും കിട്ടണമെന്നില്ല. അപ്പം അതുകൊണ്ട് കൂടുതൽ നല്ല ഈ സ്പോട്ടിലൊക്കെ നിങ്ങൾക്ക് ക്രിപ്റ്റോ ഒക്കെ ബൈ ചെയ്യാം. നല്ല സ്പോട്ടിലൊക്കെ നല്ല രീതിയിലുള്ള ക്രിപ്റ്റോകൾ ബൈ ചെയ്യുക. അല്ലാതെ കുറേ ടെലിഗ്രാമിൻ്റെ ബോട്ടുണ്ട് അത് ചെയ്താൽ നാളെ ഞാൻ കോടീശ്വരനാവും അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. അതൊക്കെ വളരെ ഒരു ഇതാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിതൊക്കെ ചെയ്തോ കുഴപ്പമില്ല. നിങ്ങൾ ഒരു ഫോണിൽ നിന്ന് വീഡിയോ ഡബിൾ അക്കൗണ്ടോ അതുകൊണ്ട് ആ വാലറ്റോ അങ്ങനെ ഒരേ സെയിം വാലറ്റോ ഒരു ഫോണിൽ നിന്ന് 2 അക്കൗണ്ട് സെയിം ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒന്നും കണക്ട് ചെയ്യാൻ പോകരുത്. നിങ്ങൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ എന്തായാലും മൈൻഡ് ചെയ്ത് ഇവന്മാർ തരാനും ചിലപ്പം പോകുന്നില്ല. അവസാനം വന്നിട്ട് അവന്മാർ ഭയങ്കര ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ വെക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കുക. പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചൊക്കെ അത് നമ്മൾ ഒരു വീഡിയോ ഇങ്ങനെ ഇട്ടായത് നമ്മൾ വിചാരിച്ച് വേണ്ട ഇതൊന്നും അങ്ങനെ എന്തിനാ. പിന്നെ നമ്മൾ കുറേ എയർ ഡ്രോപ്പുകളെന്ന് വെച്ചാൽ കുറേ അമ്മമാർ പറ്റിക്കാനായിട്ട് എയർ ഡ്രോപ്പുകൾ ഇറക്കിയിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ പല ടീമുകളും ഉണ്ട്. ഞങ്ങൾ ഇന്ന സമയത്ത് വരുമെന്ന് പറഞ്ഞിട്ട് അവർക്ക് അത് വാക്ക് പാലിക്കാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മളതിനെക്കുറിച്ച് പേരെടുത്തൊന്നും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ എയർ ഡ്രോപ്പ് ഇങ്ങനെയുള്ള ടാപ്പ് ചെയ്യുന്ന സംഭവത്തിലൊക്കെ നിങ്ങൾ ഇപ്പോൾ നോട്ട് കോയിൻ ഒരുപാട് പേർക്ക് നല്ല എമൗണ്ടൊക്കെ കൊടുത്തെന്ന് പറഞ്ഞ് ഇനിയും വരുന്ന ഇതുകൊണ്ട് ടെലിഗ്രാമിൽ ടാപ്പ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ പ്രോഫിറ്റ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഈ ഒരു സംഭവമൊക്കെ യൂസർ ഒരുപാട് കൂടുന്തോറും പ്രോഫിറ്റുകൾ കുറയും. അപ്പോൾ 1 മില്യൺ യൂസർ അല്ല 2 മില്യൺ യൂസർ ഉണ്ടെങ്കിൽ അവർക്ക് $1 വെച്ച് കൊടുത്താൽ 2 മില്യൺ അവർ എവിടെ നിന്ന് ഒപ്പിക്കും. അതൊക്കെ നമ്മളൊന്ന് തിങ്ക് ചെയ്യുക. അപ്പം അത്രയ്ക്ക് വലിയ രീതിയിൽ അവർ തരണമെങ്കിൽ അവർക്ക് അതുകൊണ്ട് ലാഭവും കാര്യങ്ങളും വേണം. അവർ പ്രൊജക്റ്റ് ഭയങ്കര ഇതാവണം. അപ്പോൾ എന്തെങ്കിലും കിട്ടുമായിരിക്കും. നിങ്ങളതൊക്കെ ചെയ്യുക, ചെയ്യേണ്ടെന്നല്ല പറയുന്നു. പിന്നെ കൂടുതലും ഒന്ന് ടൈം അങ്ങ് ഇതാക്കി അതിൽ മാത്രം ഇത് ചെയ്യാതിരിക്കുക. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് നോക്കുക, ലേൺ ചെയ്യുക ക്രിപ്റ്റോ. അപ്പോൾ അത് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ എല്ലാം കിട്ടും. വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്. എന്നിരുന്നാലും പറഞ്ഞതാണ്, നിങ്ങളുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്പോട്ട് ബൈ ചെയ്യാമെന്ന് വെച്ചാൽ ബൈ ഒക്കെ ചെയ്യാം. നല്ല നല്ല ക്രിപ്റ്റോകൾ ടോപ്പ് 100-ലുള്ളതോ അങ്ങനെയുള്ള ക്രിപ്റ്റോകളൊക്കെ ബൈ ചെയ്യാം. ഈഗോ എന്നൊരു പ്രോജക്റ്റുണ്ട്. ഈഗോ അങ്ങനെയുള്ള കുറേ പ്രോജക്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ബൈ ചെയ്യാം. കുറേ പ്രോജക്റ്റുകളുണ്ട്, അതിനെക്കുറിച്ചൊക്കെ പറയാം. അതിനെക്കുറിച്ചൊന്ന് വീഡിയോ ജസ്റ്റ് ഒന്ന് ചെയ്യാം. ജസ്റ്റ് പറയുകയാണ് ഈ ഒരു ടാപ്പ് ചെയ്യുന്ന സംഭവം കണ്ടൊന്നും ഞാൻ നാളെ ഭയങ്കര ഇതാണെന്ന് വെച്ചൊന്നും ഒരിക്കലും ഇരിക്കരുത്. നോട്ട് കോയിൻ അത് കിട്ടി അന്ന് അധികം പേര് യൂസ് ചെയ്തില്ല. അതൊക്കെ ഇനി പറ്റിയിട്ടാണെന്ന് വെച്ചാൽ അവർ യൂസ് ചെയ്തില്ല. അത് അവസാനം കുറേ പേർക്ക് കിട്ടി, കുറേ പേർക്ക് ചെയ്തിട്ടും കിട്ടാത്തവരും ഉണ്ട്. അപ്പോൾ അതുകൂട്ടൊക്കെ നിങ്ങൾ ഒരിക്കലും കരുതിയിരിക്കരുത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. മാർക്കറ്റ് ഇങ്ങനെയാണ്. അപ്പോൾ BTC മാക്സിമം ഫോക്കസ് ചെയ്യുക. ആൾട്ടോയിനൊക്കെ സ്പോട്ടിലൊക്കെ ബൈ ചെയ്യുക. എന്ന് വെച്ചാൽ വലിയ ഉള്ള എമൗണ്ട് എല്ലാം കൂടെ എടുത്തിട്ട് ബൈ ചെയ്യാതിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.